മരപ്പട്ടി പെരമൊക്കെ കയറാൻ സാധ്യത മുമ്പ് കൂടെ അല്ല, ബാക്ക് കൂടെയാണ്. ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ്. ഭൂമി ഇവിടെ ഉയർന്നിട്ടും ഈ വീട് താന്നിട്ടാണ്. ഈ വീടിൻ്റെ 1-ാം നിലൻ്റെ ലെവലിലാണ് ഇവിടെ ഈ പറമ്പ് നിൽക്കുന്നത്. ഇവിടുത്തെ മരത്തിൽ കൂടിയും ആ പൈപ്പ് കൂടെയൊക്കെയാണ് സാധനം അങ്ങോട്ട് പോണത്. എല്ലാം കാണിച്ചു തരാം. ഇത് വീടിൻ്റെ മൂല എവിടേക്കാ. പിന്നെ നേരെ മുകളിൽ കാണിച്ചാൽ 2 ബാത്റൂമാണ് ഈ കാണുന്നത്. സെറ്റല്ലേ? ഈ ബാത്റൂമിൻ്റെ ആ മുകളിലുണ്ടൊരു ഗ്യാപ്പ് ഉണ്ട്. ഇനി കൗക്കോലിൻ്റെ അവിടെ ഗ്യാപ്പ്. ആ ഗ്യാപ്പിലൊരു പച്ച ഷീറ്റുണ്ടോ, അത് ഇന്നാൾ വെച്ചതാണ്. കൗക്കോലിൻ്റെ അപ്പുറത്തൊക്കെ അടുത്ത പച്ച അവിടെ ഇന്നാൾ അടിച്ച്, അതേപോലെ അപ്പുറത്തും അത് പുതിയ അടവാണ്. പിന്നെ ഇത് കൂടെ ഇനി ഇന്നാൾ വന്നിന് സാധനം എങ്ങനെയാണെന്നറിയോ, 8 ഇഞ്ചിൻ്റെ കെട്ടിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ആ പൈപ്പ് വെച്ചിരിക്കുന്നത് ഡ്രസ്സ് പണിക്കാർ. അപ്പോൾ അതിൽ ഇങ്ങനെ നടന്നു വന്നിക്കാണ്ട് ഈ അടയ്ക്കാത്ത ഗ്യാപ്പ് കൂടെ അങ്ങനെ കയറി പോയിക്കേനി. അതിൻ്റെ പാടുകളാണ്, ചവിട്ടാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ചവിട്ട് കാണാൻ പറ്റും. മൂലയിലാണ് കുറേ ചവിട്ടിൻ്റെ വെന്റിലേഷൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ അടച്ചോട് കൂടിയിട്ട് ഇവിടെ നിൽക്കണേ. ഇനി ഇത് കൂടെ എന്തായാലും വരില്ല. ഇനി വരുന്നത് ഈ കൂടെ എന്നറിയോ, ബാക്കിൽ ഇത് കൂടെ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ആ മൂലയിൽ ഒരു മരവും ഒരു കാലുണ്ട്. നമ്മുടെ ഡ്രസ്സിൻ്റെ മെയിൻ കാലാണ്. 6 കാറിൻ്റെ റൗണ്ട് പൈപ്പ്. ഇതാ ആ കാണുന്ന മൂലയിൽ ചെറിയൊരു ഓട്ട കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആ ഓട്ടയെ കൂടെയാണ് ഇപ്പോൾ സാധനം കയറുന്നത്. എങ്ങനെയെന്നറിയോ, ഇത് കൂടെ വന്ന് കാണ്ട് ഇതുമ്പോൾ നിങ്ങട്ട് ചാടും. ഇതൊക്കെയാ ചവിട്ടി അടയാളം കണ്ട. അതിൽക്കൂടെ അങ്ങനെ കയറി ചിമ്മിണിൻ്റെ അതിൽക്കൂടെ അങ്ങോട്ട് കയറിയിട്ട് ആ ഷീറ്റുമ്പോൾ കയറും. ടൈം കൂടെ നടന്നു വയ്ക്കാണ്ട് ആ കാണുന്ന മൂല ഉണ്ടോ, ആ മൂലത്തെ ആ സീലിങ്ങിൻ്റെ ഗ്യാപ്പ് കൂടെ കയറിയിട്ടാണ് സാധനം അങ്ങോട്ട് പരന്നു പോണത്. ചങ്ങായിമാരെ ഒരു സൂപ്പർ കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി പോണ്. കണ്ടന്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഈ കാണുന്ന അപ്സ്റ്റെയർ വീടിൻ്റെ ടോപ്പിലെ മെയിൻ റൂഫ് ഇരുമ്പിൻ്റെ കൂട്ടാണ്, ട്രസ് വർക്കാണ്. റൂമിനുള്ളിൽ മൊത്തമായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മെരു വരലുണ്ടായിരുന്നു, പനമെരുക്. ഒരു വട്ടം നമ്മൾ വന്നുകാണ്ട് ആ മെരുകിനെ ഫുള്ള് തുരത്തിക്കാണ്ട് വരുന്ന ഓട്ടൊക്കെ അടച്ച് സൂപ്പറാക്കി പോയതായിരുന്നു. ക്ലൈൻറ്റ് വരാൻ ഇപ്പോഴും മെരു വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏതോ ഓട്ട കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഓട്ട കണ്ടെത്തണം, അടയ്ക്കണം, മെരുവിനെ പായിപ്പിക്കണം. അതേപോലെ തന്നെ കുറച്ച് ഓട് പൊട്ടിയുണ്ട്. പിന്നെ പാത്തി മൊത്തം ചുറ്റോടും നടന്നുകാണ്ട് പാത്തി ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സൈറ്റിൽ ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഫുൾ വിഷ്വൽസ് കാണിച്ചു തരാൻ വേണ്ടി പോണി. നഷ്ടം എന്തായാലും ഉണ്ടായില്ല. ഓക്കെ, സെറ്റ്. പണിക്ക് വന്ന സമയം 2:59, 3 മണി ആയിട്ട്. സൈറ്റിലെത്തി ചായ ചോദിച്ചു. ചായ വന്നിട്ടുണ്ട്, പാൽ ചായ, കേക്ക്, നേന്ത്രപ്പഴം, ആൾമേൽ ഒന്നിച്ചുണ്ട്. അതാണ് മലപ്പുറത്തെ പണിന്റെ പ്രത്യേകത. പണി നടന്നില്ലെങ്കിലും ഭക്ഷണത്തിന് കൂടെ പോലും വിട്ടുവീഴ്ച ഉണ്ടാവില്ല. വീടിന്റെ മെയിൻ റൂഫ് ചെലവ് ചുരുക്കണേന്റെ ഭാഗമായിട്ട് വാർപ്പ് ഒഴിവാക്കിയിട്ട് പല ആൾക്കാരും ഇരുമ്പിന്റെ കൂട്ട് കയറ്റും. ഈ ഇരുമ്പിന്റെ കൂട്ട് കയറ്റുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അത് വരാനുള്ള എല്ലാ വഴികളും അടയ്ക്കുക എന്നുള്ളതാണ്. പല വീട്ടിലും അത് അടച്ചിട്ടുണ്ടാവില്ല. പിന്നെ ചില പേരിലൊക്കെ ഈ മെരു മരപ്പട്ടിക്ക് വരുന്നുണ്ട്. പക്ഷേ ആൾക്കാർ അറിയാത്ത എന്താണെന്നറിയോ, അധിക വീട്ടിലും അപ്സ്റ്റെയർ ഉണ്ടെങ്കിലും ആൾക്കാർ കെടുക്കാനും മുകൾക്ക് പോകില്ല. കണ്ടമാന റൂം അടിയിലുണ്ടാവും. പക്ഷേ ഈ വീട്ടിൽ മുകളിലത്തെ ഈ ബെഡ്റൂമിലൊക്കെ ആൾക്കാർ കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് രാത്രി ഇത് കൂടെ സാധനം പോകേണ്ട ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി സാധനം ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത്. പിന്നെ സീലിംഗ് ചെയ്താലാണ് ഇതിൻ്റെ ഉപദ്രവം കൂടുതലുണ്ടാവുക. അപ്പോൾ സീലിംഗ് ഇരുമ്പിൻ്റെ കൂട്ട് ചെയ്തൊരു വീടിന് ഇതേപോലത്തെ ഏത് തരായി സീലിംഗ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് വേണ്ടി എന്താണെന്നറിയോ, വരുന്ന ഗ്യാപ്പ് മൊത്തം അടച്ചിട്ട് മാത്രം ഉറപ്പ് വരുത്തിയിട്ട്, ഓട്ടൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സീലിംഗ് ചെയ്യാം. എന്നാൽ സംഭവം സെറ്റാ. നിങ്ങൾക്ക് ധൈര്യമായിട്ടൊക്കെ സൂപ്പറിൽ ഉറങ്ങാം. എന്തേ, നോ ടെൻഷൻ, സൂപ്പർ ഉറക്കം. അപ്പം നമ്മൾ മുകളിലേക്ക് ഇതുമ്പോൾ കൂടെ കയറണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രബിളിലെ. കുറച്ച് സ്റ്റാമിന ഫിസിക്കലൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ പരിപാടി നടക്കുള്ളൂ. ഇവിടെ നിന്ന് കയറേണ്ട കോല എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഒരു കാലിടുക, എന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇരുന്ന് കൊണ്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ വീടുമ്പിലുള്ള ആകപ്പാടത്തെ ഒരു സ്ലേവ്, കോണിക്കൂടിൻ്റെ സ്ലേവ്. സെറ്റ്. ഞാൻ ടോർച്ച് അടിക്കുക. ഇതാ ഇവിടെ മുതൽച്ചൊന്ന് കറങ്ങാം. ചുമരണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 ഇവിടെ ഒന്നും സാധനമില്ല കേട്ടോ. ഇതിൻ്റെ മുകൾക്കണ്ട് കയറി നേരെ അങ്ങോട്ട് ഇങ്ങനെ കറങ്ങിയതാ. അവിടെയൊക്കെ നോക്കുന്നുണ്ട്, ഇവിടെ ഒന്നും സാധനമില്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്, അവിടെ ഇല്ല. നേരെ ഈ മൂലയ്ക്ക് നോക്കി, ഇവിടെ ഇല്ല. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ സാധനം ഇല്ല. ഇനി എന്താ വണ്ടിന്നറിയോ, നമ്മൾ അവിടെ നിന്ന് കയറിയ കുതിരയില്ലേ, അത് ഇങ്ങോട്ട് വെച്ചുകാണ്ട് ഇവിടെ ഓടുവരിക. അതേപോലെ 5-6 സ്ഥലത്ത് ഓടൂരി ടൈക്കൂടെ കറങ്ങി ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് മാത്രമേ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഇനി അടച്ചാൽ മതി. ഓക്കെ, ഓടൂരാൻ വേണ്ടി പോണേ. ഒരു കൈ എടുത്തുകാണ്ട് 2 ഓടണ്ട് പൊന്തിക്കുക. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് കിട്ടും. നേരെ എന്ത് ചെയ്യുക, ഈ ഓടങ്ങോട്ട് ഊരി, ഓടൊന്നും പൊട്ടിക്കാൻ പാടില്ല. ഇതാ, യെസ്, ഒന്ന് ഇവിടെ കൊടുത്ത് നേരെ താഴത്തേക്ക് കിട്ടോ. ഇതോ, ഇത് നേരെ താഴത്തേക്ക് അപ്പുറത്തിലെടുക്കട്ടെ. യെസ്, അതുപടി ഇതുപടി സ്പീഡ് സ്പീഡ് സ്പീഡ്. എന്നാ അതുപടി, അതുപടി ഇതുപടി ഇതുപടി ഇതുപടി. ഇനി താഴത്തിന് 2 അയ്യോ, സൂറു സൂറ് സൂറു സൂറ് അവിടെ തന്നെ ചോളി, അവിടെ തന്നെ ചോളി. സൂറു സൂറ് സൂറു സൂറ്. ഇത് പോരാ. ഇനി നേരെ എന്ത് ചെയ്യാന്ന് അറിയോ, ഇതുമൊക്കെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ സാധനം വെക്കുക. ഇത് ലോക്കുണ്ട്, തീർത്തണി. ഓക്കെ, ഇനി ഓക്കെ 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 അല്ലേ, ഇറങ്ങട്ടെ, കയറട്ടെ കയറട്ടെ. ശരി ശരി, യെസ് 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 യെസ്. ഇനിയാണ് പണി. സമയം ഇപ്പം ഏകദേശം 3 മണി കഴിഞ്ഞിട്ടുള്ളൂ.
ഓടുമ്പത്തെ ചൂടൊന്നും പോയിട്ടില്ല. പക്ഷെ പണി തന്നെ. ഞാൻ ഫസ്റ്റ് സിറ്റ് ഔട്ടിൻ്റെ ഏരിയ പോയിക്കാണ്ടേ കുറച്ച് ഓടൂരിയാലോ. ഫടാഫടേ. ഓക്കെ, ഓട് പോണേക്കാൻ ഓടുമ്പോൾ കൂടെ സുറുസുറ് നാള് മാറ്റി ഓടാണ് ഈ കാണുന്നത്. ഇവിടെ ഊരുണ്ട് കേട്ടോ. അയ്യോ, 2 ഊരി, 3 ഊരി, 4 ഊരി, 5 ഊരി. ഇനി ഞാനിതിന് അടിക്ക് പോട്ടോ. ചിലപ്പം പിന്നെ ഓടി ഒന്ന് കടിക്കും. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ളൊരു വകുപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അതാണ് ഇരുമ്പിൻ്റെ റെയിൽ. അയിമക്കാണ് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോണത്. ഊരിയ സ്ഥലം തന്നെ കറക്റ്റാട്ടോ. ഇതാ ഇവിടെ കിടന്ന്. ഓക്കെ സെറ്റായി. അജിയേ, ഇവിടെ ഒന്നും സാധനമില്ല. എന്നാൽ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, നമ്മളെ കെട്ടിൻ്റെ പുറത്തേക്ക് നോക്കട്ടെ. ഓട് ഊരിനേൻ്റെ ഭാഗമായിട്ട് നോക്കിയാ എങ്ങോട്ട് നടക്കുകയാണെങ്കിലും പൊട്ടി ഓട് കണ്ടിക്കുകയാണെങ്കിൽ അപ്പം മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെ പൊട്ടിച്ച് വെക്കണം, അത് പിന്നെ മറന്നു പോകും. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഇത് കൂടെയാണ് കെട്ട് പോണത്. ഈ ബാക്കിയുള്ള 3 പേര് ചാട്ടാണ് പുറത്തുകളിലെ. അപ്പോൾ എന്ത് ചെയ്യാന്നറിയോ, അവിടെ ഒന്ന് തുറക്കുക, ഇവിടെ ഒന്ന് തുറക്കുക, അപ്പുറത്തൊന്ന് തുറക്കുക. ഇനി ടോർച്ച് അടിച്ചിക്കാണ്ട് സെറ്റപ്പ് ആക്കുക. അപ്പം സൈഡിൽ നിൽക്കണ്ടോന്ന് മനസ്സിലാക്കാൻ പറ്റും. സിറ്റ് ഔട്ടിൻ്റെ ഏരിയയാണ് മെയിൻ ട്രബിൾ ഏരിയ. അവിടെ സാധനം ഇപ്പം. അപ്പോൾ ഇവിടെ തുറന്നു കാണാൻ ടോർച്ച് അടിക്കുമ്പോൾ അങ്ങോട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. എവിടുന്ന് അവിടെ ഒന്നും ഇല്ലല്ലോ, സാധനമില്ലല്ലോ. ഇവിടെ ഊരിത്തരാം. ഓക്കെ, വർത്താനം നമ്മൾ കുറേ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ക്ലൈൻറ്റ് ഒന്ന് ഹാപ്പി ആകണം. ആൾക്കാർ നോക്കണൊക്കെയാ. അത് പറഞ്ഞപ്പോഴേ അപ്പുറത്തെ പെരയത്തെ ആൾക്കാർ നോക്കുന്നുണ്ട്. എന്തോ ഇവിടെ ഊരി. ഓ സൂപ്പറാണല്ലോ. ഇത് വൈഡ് ലെൻസാ? നമുക്ക് വൈഡല്ല വണ്ടി. ഇല്ലല്ലോ, ഇവിടെ ഒന്നും സാധനമില്ല കേട്ടോ. അവിടെ നോക്കാം. അത് കുറച്ചുകൊണ്ട് ഊരച്ചിക്കണമെങ്കിൽ എന്താ ലാഭം എന്നറിയോ, ഈ സാധനം ഓടുമ്പോഴൊക്കെ നമുക്ക് ഓടിപ്പോയിക്കാണ്ടേ നോക്കാൻ പറ്റും. ഓടൂരാതെ ഇതിൻ്റെ ഉള്ളിൽ ഓടുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ലോങ് അടിക്കണിട്ടോ. സാധനം ഉണ്ടെങ്കിലേ സാധനം കറക്റ്റ് മനസ്സിലാവുന്ന അറിയാം ലോങ് അടിക്കണത്. ഇവിടെ ഒന്നുമില്ല. വീടിൻ്റെ ഫ്രണ്ട് മറി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭാഗമാണ്. ഇവിടെ ഇപ്പം 3 ഓട്ടോ ഊരി. ഒന്ന് അവിടെ അല്ലേ, വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലേ 3 ഓട്ടോ ഊരി എന്നറിയാം. അത് സിറ്റ് ഔട്ടിൻ്റെ ഏരിയ. ഇവിടെ 1 ഊരി, അവിടെ 1 ഊരി. അവിടുന്ന് നേരെ ടോർച്ച് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഏരിയയിൽ സാധനമില്ല. ഇത് കൂടെ നമ്മൾ വന്നിക്കേണ്ടത്. ഇനി നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചിട്ടാണെങ്കിൽ നേരെ അപ്പുറം സൈഡ് എന്തേ അയ്യോ ഇട്ടേ ടോർച്ച്. മോനെ ജി ഹാളിൽ മൊത്തം നോക്കണം കേട്ടോ. ഒരു പൂച്ചൻ്റെ മായത്തെ സാധനം ഉണ്ടാവുക, അറിയില്ലേ? ഓട് പൊട്ടാനും പാടില്ല, നെയ്സിൽ എങ്ങനെ പോകണം. ഓടെ ഊരണ്ടി, അടിയിൽ ഊരണോ മുകളിൽ ഊരണോ? അടിയിൽ കേട്ടോ. അല്ലേ പൊന്തേനെ ശേഷം താഴ്ചയിലാണ് അപ്പുറത്തില്ലേ. ഓക്കെ, തൽക്കാലം ഇവിടെ ഊര അവിടെ ഊര. ഓ ഊര സ്ഥലം ഏതാ അറിയോ, നമ്മൾ ഇന്നാള് ആ ഒരു മെരുവിൻ്റെ വാല് പിടിച്ചില്ലേനോ, കറക്റ്റ് സ്ഥലമാണ് ഇവനെ. അടുത്ത ഊരാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ മെരു ഓടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിനെ പിടിക്കുകയാണെങ്കിലും പുറത്തേക്ക് പായിപ്പിക്കുകയാണെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നറിയോ, ഓടുകൾ ഇതേപോലെ എന്ത് ചെയ്യണം, പലയിടത്തും മൂരികാണ്ട് ഗ്യാപ്പാക്കി അതിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് മാത്രമേ മെരുവിനെ കണ്ടെത്തായുള്ളൂ. കാരണം ഇപ്പം പകൽ സമയമായതുകൊണ്ട് മെരു ഉറങ്ങുന്ന സമയമാണ്. നമ്മൾ ഈ ഊരിയ ഈ സ്ഥലത്ത് കണ്ടെങ്കിൽ എന്തിൻ്റെ കാട്ടാന്ന് അറിയുക കാണുന്നത്, ഇതൊക്കെ മെരുവിൻ്റെ കാട്ടാണ്. 1.5 കാട്ടിട്ട് കാണ്ട് പോയിക്കണം ഇവിടെ നിന്നൊക്കെ. അതിനെ നമ്മൾ പിടിക്കടാ, വെറുതെ വിടൂല. ഓക്കെ ഈ പുതിയ പടമാണല്ലത്. സെറ്റ്. ഈ കാണുന്ന ഏരിയ ഏതാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അപ്സ്റ്റെയറിലെ 2 ബാത്റൂമിൻ്റെ ഏരിയ കേട്ടോ. ഓട് ഊരിയൻ്റെ ഉള്ളിൽ കൂടെ നേരെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇടക്കെട്ട് കാണാൻ പറ്റും, ചുമര്.
ഈ ചുമരിൻ്റെ ടോപ്പ് ലെവൽ കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്കാണ് അപ്പുറം ടൈൽസ് കാണാൻ പറ്റും, ഇപ്പുറം ടൈൽസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇത് കോമൺ. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മെരു ഇത് കൂടെ നടന്ന് കണ്ട് എന്താക്കിയെന്നറിയോ, അവിടെ ഇവിടെയൊക്കെ കാട്ടം തൂരി അരപ്പാക്കി ചെയ്യുന്നതാ. ഇവിടെ കാട്ടം കുറേ കാണാൻ പറ്റും. ഇത് ചിന്ന കാട്ടം, ഇനി പെരിയ കാട്ടാണ് ഈ കാണുന്നത്. ഇവിടേക്കാണ് കുടം തൂറിയിക്കണ്. പിന്നെ പ്രതിമകൾ വരെയുണ്ട് ഇവിടെ, അസ്ഥികൂടം ഉണ്ട്, എന്തൊക്കെ സാധനം എന്നറിയോ. ഇവിടെ സീലിംഗ് താങ്ങുന്നു കേട്ടോ. പോരാ, ഒന്ന് പോണ്ട. വീതിക്കിട് എങ്ങനെ ഇട്ടാലും പിടിച്ചോളാം. ഇങ്ങനെ ഇട്ടാൽ മതി, ഇവിടെ പിടിക്കാണ്ടിരിക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഇട്ടാൽ മതി. ഇവിടെ ഇട്ടെടുത്തിട്ടോ, എങ്ങനെ ഇട്ടോ ഇവിടെ എത്തിയാൽ മതി. ഓക്കെ, ഇത് സാധാ ചെറിയ പാത്തിയാണ് വെച്ചിക്കേണ്ടത്. ഈ പാത്തിൻ്റെ പുറത്ത് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഓലി ഫ്രെയിം അടിച്ചിക്കുക. പക്ഷെ ഇതിനുള്ളിൽ ചെറിയ പാത്തി കേട്ടോ, യൂറോ ഗാർഡിൻ്റെ. ഏതായാലും നമ്മൾ നേക്കാക്കി തരും. പൊട്ടി ഉടക്ക മാറ്റുന്നുണ്ട് കേട്ടോ. ഈ മണ്ണിൻ്റെ ഓടി വിരിച്ചാലുള്ള കുഴപ്പം എന്താ അറിയോ, മനുഷ്യന്മാർ അടിച്ചു പോകണ മാതിരിയാ, തന്നാലെ പൊട്ടും. ഇതാർക്കും പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. നമ്മൾ ഇന്ന് നന്നാക്കി പോയ പരമേല ഒരാഴ്ച കഴിഞ്ഞ് കയറിക്കാനുണ്ടാവും ചിലത് ഇങ്ങനെ വിള്ളൽ വന്നിരിക്കണ്. വെയിലും മയം കൊള്ളുമ്പോഴേ യെസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയത്തേണ്ട കഴിഞ്ഞ് താവ് അയ്യോ സൂപ്പറായി. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടോ പാത്തി എല്ലായിടത്തും നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ മൂലയൊക്കെ എത്തിച്ചിന് മനസ്സിലാക്കി. ആ മൂലയൊക്കെ ഇങ്ങനെ നന്നാക്കി അവസാനം അവിടെ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് ഇങ്ങനെ വന്നുകാണ്ട് ഇവിടെ കൊണ്ടുവന്ന് ചണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വാരി പുറത്ത് കാക്കാൻ വേണ്ടി പോവാണ്. അതും കൂടെ കാണിച്ചു തരാം. മൂലോടിൻ്റെ ഏരിയയാണ്, ഓടൊന്നും പൊട്ടാൻ പാടില്ല. സിമ്പിളായിട്ട് ഇതാ ഇങ്ങോട്ട് ചാടി കടന്ന്. പിന്നെ മൂലൻ്റെ അടുത്ത് ഏകദേശം ഒരു 18 മീറ്റർ ഹൈറ്റിലൊരു തെങ്ങുണ്ട്. ആ തെങ്ങ് മുറിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സാങ്ഷൻ ആയിട്ടില്ല, മുറിച്ച് കൊടുക്കും താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അയിമെന്ന് വീണ തേങ്ങയാണ് ഈ കാണുന്നത്. ഇടയ്ക്ക് മുളച്ചിക്കണ്, എന്നാലോ ഉണങ്ങിക്കണ്. വളം കിട്ടാത്തതുകൊണ്ട് ഉണങ്ങിയതാ. ഇതാ ഇപ്പം സംഭവം പൊട്ടത്തേങ്ങായി മാറി. ഇങ്ങോട്ട് ഇട്ടിക്കണ്, റെഡി. ഇനി നമ്മളെ പരിപാടി എന്താ അറിയോ, ഈ ഒരു മൂല ഊരി, അതേപോലെ ഈ ഒരു മൂല ഊരി നോക്കേ. ഒരു ഓടിനുണ്ടാ ഈ ചണ്ടി ഒന്ന് വാരണ്ടേ. ഇതാ ഈ ഓട്ടയെ കൂടെ വരുന്നുണ്ടോക്കിയാ ഇല്ല. എത്ര നേരം പെയ്യാലും നമ്മളെ തടി അങ്ങോട്ട് പോയാലും കള്ളപ്പണില്ല. അതാണ് ടീം ഓൾറൗണ്ട്. ഷറായില്ലേ? ഇനി മഴ നിൽക്കുകയാണെങ്കിൽ സംഭവം സെറ്റാണ്. റെഡി ഇല്ല. യെസ്, അത് റെഡി. ഇനി ഒരു ചിന്ന പീസും പാടെ. ആ ചിന്ന ഏത് ഇത് തന്നെ വെക്കാം, കാരണം ഇതിൻ്റെ തുഞ്ചം പോയതാണ്. വേറെ ഓടെ ഉണ്ടാക്കിയാ ഒന്ന് മൂലേ. വേണ്ട ഇത് മതി. അത് കറക്റ്റ് കേട്ടോ. ഒരു വര വടെ എന്നാ ഇതുമെന്ന് ഇങ്ങോട്ട്. യെസ്, അയ്യോ ഈ റൂഫിൽ എന്ത് തകരാറുണ്ടെങ്കിലും ഇനി വേറൊരാളെ ഈ പെരമ കയറ്റേണ്ട ആവശ്യമില്ല. സംഭവമൊക്കെ റെഡിയാണ്. ഈ കാക്ക ഗൾഫിൽ നിന്ന് കാണും, പൊന്നാര പടപ്പാനക്ക് ആ പീസും പാടെ മാറ്റിക്കൂടിയേ വയ്ക്കും. പിന്നെ നമ്മൾ കള്ളനായോ. ഇപ്പം നിലത്ത് കാണാതൊക്കെ വേണ്ടി ഇവിടെ ഒരു ചിന്ന പീസ് തിരികി, ഇവിടെ എല്ലാ പീസും തിരികി. ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ എന്താണ്, നേരെ സിമെൻറ്റ് വെക്കലട്ടോ. മക്കളെ റെഡി അല്ലേ? ഒരു മൂലോട് എടുത്ത് ആ മൂലോട് നേരെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെച്ച്. എന്താ അയ്യോ ഏതാ പണി, ഇന്നലെയും പാടെ അങ്ങനത്തെ പണിയില്ല. ഇനി അടുത്ത പരിപാടി കുറച്ച് മുന്നോട്ടിരിക്കട്ടെ. നെക്സ്റ്റ് എടുത്ത് നേരെ ഇതിനുള്ളിലേക്ക് തിരികെ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സംഭവം അത് ഇറക്കി തരാം. അയ്യോ മിയ സെറ്റ് കേട്ടോ. ഇനി ആ ഗ്രൗട്ടില്ലേ, ആദ്യം ഒരു പാട്ട വെള്ളം എതുക്ക് ഇങ്ങ നനക്കരുതക്ക്, അപ്പുറം ഒരു പാട്ട വെള്ളം എതുക്ക് കുടിക്കരുതക്ക്. ഒന്നുമേ തിരിയില്ല. എന്നടാ കൊത്തനാരിനി ആയില്ല. ഓക്കെ, ഇനി ആ ഗ്രൈൻഡർ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, മെഷീൻ ഡ്രില്ല് കുത്ത്. അയ്യോ കള്ളപ്പണിയില്ല. മുലമ്മൽ സിമെൻറ്റ് ഇടുന്നോടുത്ത് തണ്ണി നല്ലാണ്ട് കുടഞ്ഞ് മേടി ലൂസാക്കിയതാ തണ്ണിപ്പാട്ട. ഇനി എന്ത് ചെയ്യുക, ഗ്രൗട്ടുക്ക് പേസ്റ്റ് ഇങ്ങ സിന്ന കോലത്തിൽ അറിയാതെ തിരിയാതെ യാർക്കുമേ പാക്ക മുടിയാതെ. എന്താണ് തിരിയാതെ അറിയാതെ യാർക്കുമേ പാക്ക മുടിയാതെ. സൂപ്പറേ. ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ പെര നോക്കുമ്പോൾ അറിയില്ല. അപ്പോൾ അത് റെഡി. വലത് കാല് ഇടത് കാല്
ഒരാൾക്ക് 2 കാലമുള്ളത്, ഒന്ന് വലുത്തും നിരത്താണ്. അത് ഓടും പുറത്തേക്ക് നടക്കുമ്പോൾ ചവിട്ടൻ്റെ അടുത്ത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ കിട്ട് കഴിഞ്ഞ് ഇനി ഇതിങ്ങോട്ട് നിറഞ്ഞ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ ഓടും പുറത്ത് സിമെൻറ്റ് മൂലമെന്ന് ദ്രവിച്ച് വീണ സിമെൻറ്റാണ് ആ കാണുന്നത്. അതൊക്കെ വർക്കെടുക്കുന്നുണ്ട്, കാരണം നമ്മളെ ക്ലൈൻറ്റ് ചിരിക്കണം. ഒരാൾ ഓട് പൊട്ടിയത് അവിടുന്ന് മാറ്റി. ഇനി ഓടിൻ്റെ പീസ് അങ്ങോട്ട് നേരത്തെ ഇത് കോണിക്കൂടിൻ്റെ മുകളിൽ വെച്ചാൽ മതിട്ടോ, പാസ് ചെയ്ത് കൊടുക്കട്ടോ. ഓടുമ്പോഴാണ് ഈ കാണുന്നത്. ഞാൻ നിൽക്കുന്നത് ഷീറ്റും പുറത്താണ്. ഓക്കെ, സെൽഫ് സ്ക്രൂ ഫ്രണ്ടിൽ കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടാണെങ്കിൽ അവിടെ ഒരു പൈപ്പ് ഉണ്ടാവും, പർലിങ്. അതിൽ ചവിട്ടി 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 ഇങ്ങനെ പോകട്ടോ. ഇനി നേരെ ചവിട്ടി ഇപ്പുറത്തേക്കാക്കി, ഇനി ഇങ്ങോട്ടാക്കി, പിന്നെ ഇങ്ങോട്ടാക്കി. ഇവിടെ വലിയൊരു കുണ്ടാണ്. ഇത് അപ്സ്റ്റെയർത്തെ ഒരു റൂമാണ് ഈ കാണുന്നത്. അപ്പുറത്തെ ചിമ്മിണിക്കൂട് ഏരിയ. ഓക്കെ, അവിടെ നിന്നാണ് കയറി വന്നിട്ടുണ്ട്. ഇനി ഷെയ്ത്താൻ വരുന്ന വഴി എവിടെയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അതും കൂടെ പറഞ്ഞുതരാം. ഈ കാല് കണ്ടില്ലേ, വലിയൊരു കാലാട്ടോ, വലിയൊരു പൈപ്പാണ്. ഓക്കെ, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് 1 മീറ്ററോളം. അതേപോലത്തെ ഒരു ഗ്യാപ്പ് ആ ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഇപ്പുറം, എവിടേക്കാണ് ഇപ്പുറം സൈഡ് ഉണ്ടോ, നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് കൂടെയാണ് സാധനം പോകുന്നത്. ഓക്കെ, 4 ഇഞ്ച് ഹൈറ്റും 1 അടി വീതിയും ആ ഗ്യാപ്പിനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് റെയിലുണ്ടോ, ഈ റെയിലിൻ്റെ ഉള്ളിൽ കൂടെയാണ് സാധനം വരുന്നത്. അപ്പോൾ അതിന് വരാതൊക്കെ വേണ്ടിയിട്ട് ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, റെയിലിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടിക വെച്ചുകൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ റൂട്ടും തടസ്സം പോവും. ഇവിടെയും ക്ലോസ് ചെയ്യുക. എന്തേ, അപ്പോൾ സംഭവം സെറ്റോ. ഷീറ്റുമ്പോൾ കൂടെ ഇങ്ങനെ വന്നുകാണ്ട് ഇതിമ ചവിട്ടി ഈ പൈപ്പുമ്പോൾ കൂടെ കയറിയുള്ള പാടാണ് ഈ കാണുന്നത്. മൊത്തമായിട്ട് പാടാം. അപ്പോൾ ഈ ഓട്ടമാണ് മെയിൻ ഓട്ടം. ബാക്കി ഓടി സാധനമില്ല. ചുറ്റോട് ചുറ്റും നടന്നു കറങ്ങി തിരിഞ്ഞ് നോക്കിയാണ്. ഇതന്നെയാണ് സംഭവം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയോ, നമുക്ക് ഈ ഷീറ്റ് അടിക്കാനുള്ള വകുപ്പ് ഇവിടെ ഇല്ല, കാരണം റെയിലാണ്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടിക എങ്ങനെ വെച്ചുകാണ്ട് ഗ്രൗട്ട് പേസ്റ്റ് തേമ്പിക്കാണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, കുമ്മായിട്ടിക്കാണ്ട് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോവാണ്. شغل دليل كلاس شغل زبط 100% يعني ثاني مرة شيطان يجي شغل بلاش ما بفلوس. عارف والله ما يجي. هذا مدير സുഹൃത്തുക്കളെ, മെരുവിനെ ഒഴിവാക്കണ പരിപാടി ഇവിടെ തീർത്തിട്ടുണ്ട്. ക്ലൈൻറ്റ് ഗൾഫിൽ ഇരുന്നിട്ട് എന്താണോ ആലോചിച്ചത് അതിൻ്റെ 10 ഇരട്ടി ഉഷാറിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഉണ്ടല്ലോ, വന്ന സമയത്ത് 2:59 ഇപ്പം എത്രയെന്ന് അറിയോ, 6:32. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരികയാണ്. നമ്മളെ കണക്ക് പ്രകാരം നേക്കാക്കി ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തികളും. ഇനി എന്തെങ്കിലും ഈ റൂഫിൽ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അടുത്ത വർക്കിന് നമുക്ക് പൈസ തരണ്ട. ഇനി എന്തെങ്കിലും ഉദാഹരണത്തിന് എവിടെയെങ്കിലും വെള്ളം ഒറ്റിയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇത് കൂടെ ഒക്കെ പോകുമല്ലോ. അപ്പം ഒന്ന് ചെയ്തു തരണം കേട്ടോ. ഇനി മെരു കയറണേ പറഞ്ഞോളി, ഇനി വരൂല. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ എല്ലാം പറയണല്ലോ. മോനെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മോനെ? ക്ലാസ്സിൽ പഠിക്കണേ പറഞ്ഞോളി, അത് പറഞ്ഞാൽ മതി. 2ാം ക്ലാസ്സിൽ അടുത്ത കൊല്ലം 3 ഉറപ്പാ. എന്നാ സെറ്റ്.